നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്നത് നിധിയും സുധീഷും നികേഷും എല്ലാം സുഭാഷിന് വേണ്ടിയിട്ട് പെണ്ണാലോചിച്ച് സുനിതയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ലളിതയാണെങ്കിലും സുനിതയുടെ അച്ഛനൊക്കെയാണ് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് വിടുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, നാണമുണ്ടോ നിങ്ങൾ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒടുവിൽ നാണം കെട്ടാണ് അവർ വീട്ടിലേക്ക് തിരികെ വരുന്നത്. ആ സമയത്ത് ഭാസ്കരൻ്റെ വിധം കുറേ ചീത്ത പറയുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലായിരുന്നോ വേണ്ടാത്ത പണിക്കൊന്നും പോവരുതെന്ന്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിച്ചില്ല, ഇപ്പം എന്തായി? എല്ലാം നിന്റെ ബുദ്ധി ആയിരിക്കുമല്ലേ എന്നൊക്കെ നിധിയോട് ചോദിക്കുകയാണ്. നിധി പറഞ്ഞു, അത് പിന്നെ അച്ഛ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കണം, മൂത്തവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അനുസരിക്കണം. ഇപ്പം എങ്ങനെയുണ്ട്? ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലെങ്കിൽ ആ സുനന്ദയെന്ന് പറയുന്ന ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തുമില്ല. അവളെ ഈ വീട്ടിൽ വാഴാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ സുഭാഷിന് വേറെ നല്ല പെണ്ണുങ്ങൾ 100 വരും. അവളെപ്പോലുള്ള ഒരുത്തി ഈ വീട്ടിൽ വേണ്ട. അല്ലെങ്കിലും എൻ്റെ പെങ്ങളാന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലളിത, അവളുടെ സ്വഭാവം ശരിയല്ല. ഇത് കേട്ടപ്പം നിധി പറഞ്ഞു, അല്ല അച്ഛാ അത് പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ ഇതിന് വെറുതെ മെനക്കെട്ട് പോകണ്ടാന്ന്. എന്നിട്ട് യുവമാരം കൂട്ടി പോയിരിക്കുന്നു. അല്ല നിനക്കൊക്കെ എന്താണ് തലയ്ക്കകത്ത് ഓളമുണ്ടോ? നിനക്കൊക്കെ അറിയാവുന്ന കാര്യമില്ലേ ലളിതയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ. എന്നിട്ട് നീ എന്ത് കാണാടാ അങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അത് പിന്നെ അച്ഛാ നിധി പറഞ്ഞു കഴിഞ്ഞപ്പം നീ കൂടുതലും മിണ്ടരുതെന്ന് പറഞ്ഞു. ആ സമയം നികേഷ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? എല്ലാം അച്ഛൻ ഒറ്റ കാരണമല്ലേന്ന് ചോദിച്ചു. ഞാനോ? പിന്നല്ലാതെ അച്ഛൻ അമ്മയെ കൊന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത, ബന്ധുക്കാർ പോലും ഞങ്ങളെ ആട്ടി അകറ്റുന്നത് എന്തുകൊണ്ടാണ്? അച്ഛൻ്റെ സ്വഭാവം കാരണമല്ലേ? എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മാന്യപ്പോഴെ നിൽക്കുന്നു. എല്ലാ അച്ഛൻ ഒരുത്തം കാരണമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ട നികേഷേ അങ്ങനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പിന്നല്ലാതെ സുഭാഷയുടെ ജീവിതം താർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അച്ഛനാണ്. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ അവഗണനയും കാര്യങ്ങളൊക്കെ എത്ര കാലം എന്ന് വെച്ചാൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞങ്ങളെ കണ്ണെടുത്താൽ കാണത്തില്ല. എല്ലാത്തിനും കാരണം ആരാ? ഈ സമയത്ത് ഭാസ്കരൻ ഒട്ടും സഹിച്ചില്ല. ഭാസ്കരൻ പറഞ്ഞു, അതേടാ ഇനി എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടി വെച്ചാൽ മതി. ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സുഭാഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുഭാഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പെൺവീട് കാണാനായിട്ട് ഇവർ ചെന്നിട്ടുണ്ട്, കല്യാണം ആലോചിച്ച് എന്നായിരുന്നുള്ള കാര്യം. സുഭാഷ് പണി സൈറ്റിൽ നിന്നാണ് ഓടിയാലച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, ചോദിച്ചു നോക്ക്. അതെ നിൽക്കുന്ന അനുജന്മാരെ പിന്നെ അവളോടും കൂടെ ചോദിച്ചു നോക്കാൻ പറയണം നിധിയോടും. ആ സമയത്ത് സുഭാഷ് ചോദിച്ചു, എന്താ നിധി ഇത്? അത് പിന്നെ സുഭാഷ് ചേട്ടാ ഞങ്ങൾ ഈ സമയം സുധീഷിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നീയൊക്കെ എന്ത് കാണിക്കാനാടാ സുനന്ദയുടെ വീട്ടിലേക്ക് പോയത്? നീയൊക്കെ അത് കുഞ്ഞു വെച്ചാണോ? നിനക്കൊന്നും അറിയാവുന്ന കാര്യമല്ലേ നിനക്കൊക്കെ? അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞോ? എനിക്ക് കല്യാണം ആലോചിച്ച് ചെല്ലണമെന്ന്. ഇല്ല പിന്നെ എന്ത് കാണാനാണ് പോയത്? അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അത് പിന്നെ നിധി പറഞ്ഞു സുഭാഷ് ചേട്ടന് സുനന്ദ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്ന എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ? എടാ ഈ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്കെങ്കിലും എന്നോട് ചോദിക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ വേണ്ട അതിന് പോകേണ്ട കാര്യമില്ല, വെറുതെ മെനക്കെട്ട പണിയാണ്. പക്ഷേങ്കിൽ ഒരു വാക്ക് പോലും പറയാതെ പോയി നാണം കെട്ടിട്ട് വന്നില്ലേടാ. നീയൊക്കെ എന്ത് പരിപാടി ചെയ്തതെന്നറിയോ? ആൾക്കാരുടെ മുന്നിൽ ഒന്നും കൂടെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല സുഭാഷ് ചേട്ടാ. സുനന്ദയുടെ മനസ്സറിയ സുഭാഷ് ചേട്ടനാണ്. വേറൊരു വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുനന്ദയ്ക്ക് അത് സെറ്റാകത്തില്ല. അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ സുനന്ദയാണ്. ഇനിയിപ്പോൾ എത്ര നല്ല പെൺകുട്ടികളുടെ ആലോചന വന്നാലും സുഭാഷ് ചേട്ടന് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നൊരു ബന്ധമായിരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതെ എനിക്ക് എന്താണെങ്കിലും അവൾ വേണ്ടാന്ന് പറയണം, ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. സുഭാഷ് പറഞ്ഞു, ഇനി മേലാൽ ഈ കല്യാണാലോചനയായിട്ട് അങ്ങോട്ടേക്ക് പോയേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, എൻ്റെ അനുമതി ഇല്ലാതെ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തേക്കരുത്. വെറുതെ അല്ല 2-3 ദിവസമായിട്ട് ഇവിടെ ഗൂഢാലോചന പരിപാടി ഇതായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ നിധി വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്കെങ്കിലും ചോദിക്കണം. ഇതിപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും കരുതിയോ? ഒടുവിൽ സുഭാഷ് അങ്ങോട്ട് കയറിപ്പോയി. നിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും നികേഷും ഹരീഷും ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുധീഷ് നിധിയോട് പറഞ്ഞു, സാരമില്ല സുഭാഷ് ചേട്ടൻ ഇപ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്, അതാ സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞേ, അതൊക്കെ മാറിക്കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. സുഭാഷ് ചേട്ടൻ ആരോടും അങ്ങനെ ദേഷ്യമുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും പോയി നാണം കെട്ടല്ലോ എന്ന് കരുതിയിട്ടാ സുഭാഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അതൊന്നും ഓർത്ത് നിധി വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിച്ചിട്ട് സുധീഷും അങ്ങോട്ട് പോയി. നിധിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് വരുവാണ്. സുഭാഷ് ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. നിധി വന്നിട്ട് ഉടനെ സോറി സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടൻ ഇത്ര വിഷമമാവെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയണം. സാരമില്ല നിധി, പോട്ടെ, നിനക്ക് അറിവില്ലാത്തതുകൊണ്ടല്ലേ നീ ചെയ്തതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എങ്ങനെയെങ്കിലും സുഭാഷേൻ്റെയും സുനന്ദയുടെയും വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കറിയാം സുഭാഷേട്ടൻ എത്രമാത്രം സുനന്ദയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എനിക്ക് സുനന്ദ ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ വിവാഹം കഴിക്കണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? അവളുടെ വീട്ടുകാരുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ നിധി? എന്നിട്ട് നീ അവിടെ പോയി നാണം കണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ എല്ലാത്തിനും കാരണക്കാരി. സുഭാഷേൻ്റെ അനുജന്മാരെ വരാൻ കൂട്ടാക്കിയില്ല, ഞാൻ അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല, കാരണം നീ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ പല മാറ്റങ്ങളും സംഭവിച്ചേ. എൻ്റെ അനുജന്മാർക്ക് പോലെയാണെങ്കിലും അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമില്ലല്ലോ. അതുപോലെ തന്നെ സുനന്ദയുടെ കാര്യം, കുഞ്ഞുനാളിൽ എനിക്കും വലിയ മോഹം ഉണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് എല്ലാവരും. പക്ഷേ എങ്കിൽ അതിനൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാലും ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അത് ഇങ്ങനെയായി. ഇപ്പം നിനക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ എന്താണെന്ന്. അതുകൊണ്ടാണ് നിന്നോടെല്ലാം പറയണേ, സുനിതയുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന്, അതൊന്നും ശരിയാകത്തില്ലെന്ന്. എനിക്കായിട്ട് എവിടെയോ ഒരു പെണ്ണുണ്ട്. അല്ല, നീ തന്നെ പറഞ്ഞില്ലേ സുഭാഷേനുള്ള പെൺകുട്ടി സുഭാഷേൻ്റെ മുന്നിലേക്ക് വരുമെന്ന്. കഴിഞ്ഞ ദിവസം എന്നെ നമ്മളൊരു പെൺവീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടി എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഇന്നൊന്നും വിളിച്ചിട്ടില്ല. ചിലപ്പം ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാത്തതുകൊണ്ടായിരിക്കും. നിധിക്ക് ഭയങ്കര വിഷമമായി. ആ പെണ്ണ് വിളിച്ചിട്ട് ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ കാര്യം എങ്ങനെ സുഭാഷേട്ടനോട് പറയും? ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടന് സങ്കടമാവും. പാപ സുഭാഷേട്ടൻ വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് നിധി പറഞ്ഞു, സുഭാഷേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്തിനാ? അല്ലെങ്കിൽ നിങ്ങൾ മാട്രിമോണി സൈറ്റിലൊക്കെ പരസ്യം കൊടുത്തിരിക്കുമല്ലേ, എൻ്റെ കല്യാണം വേറെ ഇതിൽ പെൺകുട്ടിയായിട്ട് നടന്നോളും. ഇനിയിപ്പോൾ സുനിതയുടെ പേര് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, അല്ലേ അത് സാരമില്ല, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് എനിക്കും വിഷമില്ല എന്ന് പറയണം. ഇതേ സമയത്ത് നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷ് പറഞ്ഞു, അതെ വിഷമിക്കേണ്ട കേട്ടോ, എനിക്കറിയാം വിഷമം എന്താണെന്ന്. ശരിക്കും നിധി ഈ വീട്ടിൽ നിൽക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേങ്കിൽ നിധി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിധി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ചേട്ടാ, ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാവരെയും അറിയാം, നിങ്ങൾക്ക് എത്ര നല്ലവരാണെന്നും അറിയാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധി സുഭാഷിനോട് പറഞ്ഞു. പിന്നീട് നിധി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് നിധി നേരെ സുധീഷിൻ്റെയും ഹരീഷിൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലുവാണ്. അതിനുശേഷം പറഞ്ഞു, ഞാൻ കാരണം നിങ്ങളും പഴക്ക് കിട്ടിയില്ലേ സുഭാഷിൻ്റെ അടുത്തുനിന്ന്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇതൊക്കെ വലിയ കാര്യമാണോ എടുത്തമ്മേ? ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുഭാഷേൻ്റെ സുനന്ദയുടെയും വിവാഹം എങ്ങനെയാണ് നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചുള്ളൂ. സുഭാഷേൻ്റെ മനസ്സിന് സന്തോഷമാണോ? സുഭാഷേൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടമായിട്ടാണ്. ഇത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടല്ലേ ഇപ്പം ഈ കുടുംബത്തിലെ ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, അതുകൊണ്ടല്ല സുധീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സുഭാഷേട്ടൻ എത്ര പാവമാണെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി മാട്രിമോണി സൈറ്റ് നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും റിക്വസ്റ്റ് വരുമായിരിക്കും, നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തിയമ്മ എന്ന് എടുത്ത് നോക്ക്, അതിനകത്ത് ഏതെങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി റിക്വസ്റ്റ് കണ്ടു, ഇതേ ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമുക്കിത് നോക്കാമെന്ന് പറയണം. കാരണം എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അവസാനം നിധി പറഞ്ഞു, ശരിയാ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. സുനിതയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിലും സുഭാഷേൻ ഒരു കാരണവശാലും ഒരു സങ്കടങ്ങളും തോന്നാനായിട്ട് പാടില്ല. അങ്ങനെ എല്ലാവരും തീരുമാനം എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധി കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പോൾ സുഭാഷ് അടുക്കളയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിധിക്ക് ആ പാട്ട് ടെൻഷനാണ്. സുഭാഷേൻ്റെ തന്നോട് ദേഷ്യം കാണുമായിരിക്കോ, താൻ ഇന്നലെ സുനന്ദയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട്. സംസാരിച്ചെങ്കിലും ആകെപ്പാടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നികേഷിനോട് ചോദിച്ചു, എന്നോട് ദേഷ്യമായിരിക്കും സുഭാഷേണ്ടെന്ന് ചോദിച്ചു. സുഭാഷേണ്ണ അങ്ങനെ ദേഷ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിധി എന്നിട്ട് ചോദിച്ചു, സുഭാഷേട്ട എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചു. എന്തിനാ? എനിക്ക് ദേഷ്യമോ? അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് നിധിയോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അതെ, ഈ ചായ എടുത്ത് കുടിക്കാൻ പറയണം. അല്ല, അച്ഛന് കൊടുത്തെന്ന് ചോദിച്ചു. അച്ഛന് കൊടുത്തില്ല, അന്ന് ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛനെ ചിലപ്പോൾ എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എന്ത് ദേഷ്യം? പിന്നെ അച്ഛനല്ല ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്, അച്ഛൻ്റെ ദേഷ്യമൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു, നീ കൊണ്ടേ കൊടുക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിധിക്ക് അങ്ങനെയല്ല തോന്നിയത്. നിധി നേരെ ചായ എടുത്ത് ഭാസ്കരൻ്റെ അടുത്തേക്കുന്നു. ഭാസ്കരൻ തിന്നായിരിപ്പുണ്ടായിരുന്നു. ചെന്നിട്ട് ചായ അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഇതാച്ചാ ചായ എന്ന് പറയാണ്. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നു. ആ സമയത്ത് സുഭാഷ് വന്ന് നോക്കി നിൽക്കുകയാണ്, എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. അപ്പോഴേക്കും നിധി ഭാസ്കരനോട് ചോദിച്ചു, അല്ലച്ചാ അച്ഛനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? അല്ല, ഞാൻ ഇന്നലെ അച്ഛനൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ
സുനന്ദയുടെ വീട്ടിലേക്ക് പോയില്ലേ, അപ്പം അതിനോട് ദേഷ്യം ഉണ്ടോ? അത് ദേഷ്യമോ? എന്തിന്? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഭാസ്കരന് ഭയങ്കര സന്തോഷമായിരുന്നു. നിധി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് അവിടെ ഇരുന്ന് ഒരു വടയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ചൂട് വട ഇപ്പം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോളൂ, മോള് കഴിച്ചോളാൻ പറയണം. അല്ല അത് പിന്നെ അതെ അവന്മാർക്കൊന്നും കൊടുത്തേക്കരുത്, തനിച്ച് കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അത്രയ്ക്ക് സ്നേഹമാണ് നിധിയോട് ഭാസ്കരൻ്റെ. പിന്നീട് നിധി ഇത്തിരി എടുത്ത് കഴിച്ചു. നല്ല രുചിയുണ്ടല്ലേ? ആ ഉണ്ടെന്ന് പറയണം. അങ്ങനെ നിധി അകത്തേക്ക് കയറി വന്നിട്ട് നികേഷിനൊക്കെ കൊടുത്തു. അച്ഛൻ വാങ്ങി തന്നാന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹമാണ്, നമ്മളോടില്ലാത്ത സ്നേഹം ഇപ്പം നിധി അടുത്തിയോടെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് പറഞ്ഞു, അതെ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുവാന്ന് പറയണം. അതും പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, അല്ല മറ്റേ കാര്യം പറയണ്ടേന്ന് ചോദിച്ചു. എന്ത് കാര്യം? അല്ല മറ്റേ പെണ്ണിനെ കാണാൻ പോകുന്ന കാര്യം. അത് ശരിയാണല്ലോ. അപ്പോൾ സുഭാഷേടൻ ചോദിക്കില്ലേ ആദ്യത്തെ പെൺകുട്ടിക്ക് എന്ത് പറ്റിയെന്ന്? ആ കല്യാണം മുടങ്ങിപ്പോയ കാര്യം പറഞ്ഞില്ലല്ലോ. ആ സമയം ഹരീഷ് പറഞ്ഞു, എന്തേലും കള്ളത്തരം പറഞ്ഞാൽ മതിയാവുള്ളെന്ന് പറഞ്ഞു. നീയല്ല കള്ളത്തരം പറയാൻ മിടുക്കന്, ഒരു കാര്യം ചെയ്യുക, നീ തന്നെ പറയാൻ പറഞ്ഞു. ഒടുവിൽ സുഭാഷിനോട് പറഞ്ഞു, നമുക്കിന്നൊരു പെൺവീട് കാണാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചോദിച്ചു, അതെന്തിനാ? നമ്മളൊരു പെൺകുട്ടിയെ കണ്ടല്ലോ ഓൾറെഡി, ഇനിയിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു സുധീഷ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നോ? അതെ, അതുകൊണ്ട് ആ ബന്ധം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. വേറൊരു പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ട്, നല്ല പെൺകുട്ടിയാ, നമുക്ക് അവളെ പോയി കാണാമെന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടായികയാണോ അതോ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും കൂടെ വല്ലാത്തൊരവസ്ഥയിൽ കള്ളത്തരം പിടിക്കപ്പെട്ടല്ലോ എന്നൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.